നമസ്കാരം. ബി റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൽ ഫാമിലി റൗണ്ടൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി കുറേ TRP റേറ്റിംഗ് ഒക്കെ ഒരുപാട് കൂടിയ ഒരു വീക്കായിരുന്നു ഇപ്പോൾ കഴിഞ്ഞിരുന്നത്. നന്നായിട്ടത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു രസമായിരുന്നു കണ്ടിരിക്കാൻ. അപ്പോൾ എല്ലാ അച്ഛനമ്മമാരും നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്നവരും നല്ല ക്വാളിറ്റി ഉള്ള പാരൻസൊക്കെ ആയിട്ട് എല്ലാവരും വന്ന പോലെ എനിക്ക് തോന്നി. ചിലപ്പോൾ ഒരു ബ്രീഫ് കൊടുത്തിട്ടുണ്ടാവും ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നൊക്കെയുള്ള പ്രീ പ്ലാൻഡ് ആയിട്ട് വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ പാരൻസും ഒരേപോലെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു സ്ക്രിപ്റ്റഡ് ടോക്കിംഗ് ആയിട്ട് അല്ലെങ്കിൽ സംസാരമൊക്കെ ആയിട്ട് എനിക്ക് തോന്നി എല്ലാവരുടെയും. കാര്യം വെച്ചാൽ പുറത്തത്തെ കാര്യങ്ങളൊന്നും അവിടെ പോയി പറയാതെ നമ്മുടെ ഒരു ന്യൂട്രലായിട്ട് നിന്ന് സംസാരിക്കുന്ന രീതിയാണ് എല്ലാ പാരൻസും ഉണ്ടായത്. എനിവേ നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ. നന്നായിട്ട് റേറ്റിംഗ് ഒക്കെ കൂടിയ ഒരു വീക്കായിട്ട് തന്നെയാണ് തോന്നിയത്. നല്ല റിയാക്ഷൻസ് ആയിരുന്നു. യൂട്യൂബിലായാലും ഹോട്ട്സ്റ്റാറിലായാലും എല്ലാവരൊക്കെ കാണുന്നതും ഇതൊക്കെ ഭയങ്കര രസമായിട്ട് പോയൊരു വീക്ക് തന്നെയാണ് ഇത്. നമ്മുടെ ലാലേട്ടൻ ഈ വീക്കെൻഡ് വന്നിട്ടുമില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടന്നൊരു റൗണ്ടാണ്, ഒരു ഫാമിലി റൗണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. എല്ലാവരും ബിബി കാണുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വീക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ഡേ ആയിരുന്നു ഇന്നലത്തെ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് നമ്മുടെ ജാസ്മിൻ്റെ അച്ഛനും അമ്മയും ഏറ്റവും അവസാനത്തെ ദിവസം കൊണ്ടുവന്നതെന്ന് എനിക്ക് തോന്നി. അത്രയും എല്ലാവരും കൂടി എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തതായിരുന്നു. ജാസ്മിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ട് എന്താണ് അവിടെ സംസാരിക്കാൻ പോകുന്നത്, എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആരുടെയും പ്രതീക്ഷ നശിപ്പിക്കാതെ തന്നെ ജാസ്മിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ട് നല്ലൊരു അടിപൊളി പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചു. അതൊരു എന്താ പറയേണ്ട, ഒരു അച്ഛനും അമ്മയുടെയും വിഷമം അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ചെയ്യാനുള്ളത്, മോളോട് പറയാനുള്ളൊരു കാര്യമാണത് അവിടെ അന്ന് ചെയ്തത്. നമ്മുടെ ഗബ്രി ജാസ്മിൻ കോംബോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു ആ വീട്ടിൽ. അപ്പം ഗബ്രി ഔട്ടായതിനു ശേഷവും അതും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ജാസ്മിനെയാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് ഗബ്രിയുടെ മാലയും ഗബ്രിയുടെ ഫോട്ടോയും മാറ്റി വയ്പ്പിക്കുന്ന ഒരു നല്ലൊരു ആക്റ്റായിരുന്നു നമ്മൾ ഇന്നലെ കണ്ട. ആക്ടർ മീൻസ് അവരുടെ ഒരു എന്താ പറയേണ്ട ഒരു പ്രവൃത്തി ആണ് നമ്മുടെ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് കണ്ടത്. എനിക്ക് ശരിക്കും സങ്കടം തോന്നിപ്പോയി. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നല്ലോ അച്ഛന്, സ്വന്തം മോളോട് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നല്ലോ. മീൻസ് ഞങ്ങളെ ഓർക്കൂ, സ്വന്തം അച്ഛനും അമ്മയും ഓർക്കൂ എന്ന് പറയാനുള്ളൊരവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് ഓർത്തിട്ട് എനിക്ക് ജാസ്മിനോട് വളരെ വിഷമം തോന്നി. കാര്യം വെച്ചാൽ സ്വന്തം അച്ഛനും അമ്മയുടെയും ഫാമിലി ഫോട്ടോ കൊടുത്തിട്ട് ഇത് നീ ഒന്ന് ആലോചിക്കൂ, ഞങ്ങളെ ആലോചിക്കൂ. അതെന്ന് വെച്ചാൽ വേറൊരു വ്യക്തിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കേണ്ട എന്ത് കാര്യമാണുള്ളത് എന്നുള്ളത് അച്ഛനും അമ്മയും പറയാതെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അത് ഗെയിമായിട്ട് എടുക്കാനാണ് ജാസ്മിൻ പറയുന്നത്. ലൈഫിലേക്ക് അത് കൊണ്ടുവരുത് എന്നാണ് അച്ഛനും അമ്മയും ജാസ്മിനോട് പറയുന്നത്. അപ്പോൾ അതാണ് നടന്നത്. പിന്നെ ഇതിനെ തുടർന്ന് ഒരുപാട് ഇന്നലത്തെ ഫാമിലി റൗണ്ട് കഴിഞ്ഞതോടുകൂടി എല്ലാവരും ഈ ഒരു ജാസ്മിൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഇതൊക്കെ നാടകമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ക്രിപ്റ്റഡാണ്, ഫാമിലി മൊത്തം നാടകമാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നി. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് പറയാനുള്ളത്, അച്ഛനും അമ്മയ്ക്കും നല്ല സംസ്കാരമുള്ള, അറിയില്ല കണ്ടപ്പോൾ തോന്നിയതാണ്, നല്ല വീട്ടിലെ ആൾക്കാരാണെന്ന് എനിക്ക് തോന്നി. സ്വന്തം മോളെ ഇങ്ങനെയൊക്കെ ചെയ്തത് അവർ തന്നെ തെറ്റാണെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ തെറ്റ് എന്നല്ല, പുറത്തൊരു കമ്മിറ്റഡായ വ്യക്തി ഒരിക്കലും ഒരു BB ഹൗസിനകത്ത് വന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതൊക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ്. നമ്മൾ ഇപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടായാലും കല്യാണം കഴിഞ്ഞിട്ടായാലും മറ്റൊരു അഫെയർ ഉണ്ടാവുന്നതും മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതൊക്കെ അവരുടെ ഒരു പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ അതിനൊക്കെ വിക്റ്റിം ആവുന്നത് പുറത്തുള്ള അച്ഛനും അമ്മയും ആവുമ്പോൾ അതൊരു അവരെ ഓർത്ത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഇതൊക്കെ ജാസ്മിന് പുറത്ത് പോയിട്ട് ആരോട് വേണമെങ്കിലും ചെയ്യാവുന്ന, ആരോട് വേണമെങ്കിലും റിലേഷൻ ആവാവുന്നതാണ്. അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഷോയിൽ വന്നിട്ട് അതിനൊക്കെ ഒരു ബൗണ്ടറി
വെക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് ശരിക്കും തോന്നുന്നുണ്ട് ജാസ്മിൻ്റെ ആക്റ്റോടുകൂടി. ഇപ്പം ഇന്നലെ പറയുണ്ടായി അഫ്സൽ, മുമ്പ് കമ്മിറ്റഡായ അഫ്സലാണ് അവരെ എയർപോർട്ടിൽ ഇറക്കിയത്, അഫ്സൽ കൊടുത്ത പാവിയാണ് ഹൗസിനകത്തേക്ക് കയറ്റി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം അഫ്സൽ തന്നെ കുറച്ച് നാൾ മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു, ഇനി ജാസ്മിനായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിന് താല്പര്യമില്ല എന്നുള്ള രീതിയിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്, ജാസ്മിൻ ഇനി ഓക്കെ, നമ്മുടെ അഫ്സൽ ഓക്കെ ആയോ, ജാസ്മിനെ വീണ്ടും സ്വീകരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിയോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് വഴി അറിയാം. എന്തായാലും പുറത്തിറങ്ങട്ടെ, ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് ഇനിയും കിട്ടുന്നതായിരിക്കും, എന്താണെന്ന് നമുക്ക് നോക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഫ്സൽ നല്ല സെൽഫ് റെസ്പെക്റ്റ് ഉള്ളൊരു ആളായിട്ട് അങ്ങനെ ഈ ഒരു റിലേഷനിൽ കണ്ടിന്യൂ ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാര്യം വെച്ചാൽ ഒരിക്കൽ പോലും അഫ്സലിനെ ഓർക്കുന്നതായിട്ടോ ആ വീട്ടിൽ ആ ഒരു അഫ്സലുമായിട്ടുള്ള റിലേഷൻഷിപ്പിനൊരു പ്യൂരിറ്റി കൊടുക്കുന്നതായിട്ടോ എനിക്ക് ആ ഹൗസിനകത്ത് തോന്നിയിട്ടില്ല. ജാസ്മിൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഗബ്രിയിൽ ഇൻവെസ്റ്റഡ് ആയ പോലെ എനിക്ക് തോന്നിയിരുന്നു, ഗബ്രിയിൽ ഡിപ്പെൻഡ് ആയ പോലെ എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അഫ്സലുമായിട്ട് ഇനി ആ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഞാനാണ് അഫ്സലിൻ്റെ സ്ഥാനത്തെങ്കിൽ അതെനിക്ക് ഓക്കെ ആവില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ നടന്നത്. അച്ഛനും അമ്മയുടെയും കാര്യത്തിൽ എനിക്കൊരിക്കലും അവരെ കുറ്റപ്പെടുത്താനോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നല്ലൊരു അച്ഛനും അമ്മയായിട്ടാണ്, നല്ലൊരു ഉപ്പയും ഉമ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല മകൾക്ക് നല്ല ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പരമാവധി അവർ ശ്രമിച്ചിട്ടുണ്ട്. നന്നായിട്ട് അവരാഗ്രഹിക്കുന്ന പോലെ ഒരു മകളായിട്ട് കളിക്കാൻ മാക്സിമം പറഞ്ഞു കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഇതൊക്കെയാണ്. അപ്പോൾ അത്രയും നല്ലൊരു അച്ഛനും അമ്മയും കിട്ടിയതിൽ ജാസ്മിൻ ബ്ലെസ്ഡ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിലൊക്കെ ഉണ്ടായത്. ഫാമിലി റൗണ്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കാണാം ഇനി ഏതൊക്കെ റൗണ്ടാണ് വരുന്നത്. നമ്മുടെ ലാലേട്ടൻ്റെ പിറന്നാളിന് അവർ പ്രിപ്പയർ ചെയ്യുന്ന ഡാൻസും അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി എന്തൊക്കെയാണ് ബിബിയിൽ നടക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ റിയാക്ഷൻ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നൊക്കെ കമൻസ് ആയിട്ട് പറയാം കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ വ്ളോഗ്സും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ അങ്ങനെയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ, സീ യു.